നമസ്കാരം, ആൽഗോ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോ മുതൽ അൽഗോരിതമിക് ട്രേഡിംഗിന് വേണ്ടി പൈത്തൺ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഇത് ഈ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അനാക്കോണ്ട പൈത്തൺ ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കുന്നത്. അനാക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് anaconda.com എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഇൻഡിവിജ്വൽ എഡിഷൻ ഡൗൺലോഡ് ചെയ്യണം. അനാക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അനാക്കോണ്ട പ്രോംപ്റ്റും സ്പൈഡർ ഐഡിയും ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അനാക്കോണ്ട പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ് വെർച്വൽ എൻവയറൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് ആവശ്യമായി വരുന്ന ലൈബ്രറികൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും. ഇക്കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ നോക്കാം. സ്പൈഡർ ഐഡിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. സ്പൈഡറിൽ പ്രധാനമായും 3 കമ്പോണൻസ് ആണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് എഡിറ്റർ. എഡിറ്ററിലാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ കമ്പോണൻ്റാണ് കൺസോൾ. ഇവിടെയാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത ഒരു കമ്പോണൻ്റാണ് വാരിയബിൾ എക്സ്പ്ലോറർ. ഇവിടെ നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ള വാരിയബിൾസിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഇനി ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. വെൽക്കം എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ആദ്യം ചെയ്യുന്നത്. അതിനായി പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ സിംഗിൾ കോട്ടിനുള്ളിലോ ഡബിൾ കോട്ടിനുള്ളിലോ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം പ്രോഗ്രാം റൺ ചെയ്യാനായി ഗ്രീൻ ട്രയാങ്കിൾ പ്രസ് ചെയ്യണം. ഇവിടെ കൺസോളിൽ നോക്കിയാൽ വെൽക്കം എന്ന് ഔട്ട്പുട്ടായി വന്നിരിക്കുന്നത് കാണാം. അടുത്തതായി a=6 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ a എന്നത് ഒരു വാരിയബിൾ ആണ്. വാരിയബിൾ എന്നാൽ ഡാറ്റ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ടെമ്പററി ആയി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കണ്ടെയ്നറാണ്. വാരിയബിളിന് പേര് കൊടുക്കുമ്പോൾ ആൽഫാബറ്റ്സും നമ്പേഴ്സും അണ്ടർസ്കോറും ഉപയോഗിക്കാം. പക്ഷേ വാരിയബിൾ നെയിം നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ഈക്വൽ ടു എന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്താൽ 6 എന്ന വാല്യൂ a എന്ന വാരിയബിളിലേക്ക് അസൈൻ ആകും. നമ്മൾ പ്രോഗ്രാമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യണം. ഒന്നോ അതിലധികമോ ലൈൻ സെലക്ട് ചെയ്ത് റൺ മെനുവിൽ റൺ സെലക്ഷൻ ഓർ കറൻറ്റ് ലൈൻ സെലക്ട് ചെയ്യുകയോ F9 കീ പ്രസ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത ലൈനുകൾ മാത്രം റൺ ആകും. ഞാൻ a=6 എന്ന ലൈൻ സെലക്ട് ചെയ്ത് റൺ ചെയ്യുന്നു. ഇപ്പോൾ 6 എന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ആകും. ഇവിടെ വാരിയബിൾ എക്സ്പ്ലോററിൽ നോക്കിയാൽ എയുടെ വാല്യൂ 6 എന്ന് കാണാൻ പറ്റും. അതോടൊപ്പം ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് കാണാൻ പറ്റും. ഇൻറ്റ് എന്നാൽ ഇൻറ്റിജർ എന്നാണ്, അതായത് ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ. ഡാറ്റ ടൈപ്പ് എന്നാൽ ഒരു വാരിയബിളിൽ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഉള്ളത് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി പ്രിൻ്റ് a എന്ന് കൊടുത്ത് റൺ ചെയ്താൽ കൺസോളിൽ എയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുള്ള വാല്യൂ പ്രിൻ്റ് ആകും. ഒരു വാരിയബിളിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യുമ്പോൾ സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ആവശ്യമില്ല. ഇനി എയുടെ വാല്യൂ ഞാൻ മാറ്റി കൊടുക്കുന്നു. 6 എന്നത് 6.5 ആക്കുന്നു. ഇനി റൺ ചെയ്താൽ കൺസോളിൽ 6.5 എന്ന് പ്രിൻ്റ് വന്നിട്ടുണ്ടാവും. വാരിയബിൾ എക്സ്പ്ലോററിൽ വാല്യൂ മാറിയതോടൊപ്പം ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് എന്നായി മാറി. ഫ്ലോട്ട് എന്നാൽ ഫ്രാക്ഷൻ ഉള്ള നമ്പറാണ്. ഇവിടെ എയുടെ വാല്യൂ മാറിയപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പും മാറി. അടുത്തതായി എയുടെ വാല്യൂ ഞാനൊരു സ്ട്രിങ് കൊടുക്കുന്നു. അതിനായി a=algo എന്ന് കൊടുക്കുന്നു. സ്ട്രിങ് വാല്യൂ കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ടിനുള്ളോ ഡബിൾ കോട്ടിനുള്ളോ കൊടുക്കണം. റൺ ചെയ്തു കഴിഞ്ഞാൽ വാരിയബിൾ എക്സ്പ്ലോററിൽ വാല്യൂ മാറി വരും. ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയി മാറി. സ്ട്രിങ് എന്നാൽ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നിവയുടെ ഒരു സീക്വൻസ് ആണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ലിസ്റ്റാണ്. ഒന്നിലധികം കാര്യങ്ങൾ ഒരു വാരിയബിളിൽ സ്റ്റോർ ചെയ്യാനാണ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ഷെയർസിൻ്റെ പേരുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. അതിനായി ലിസ്റ്റിൻ്റെ പേര് ടിക്കേഴ്സ് എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു കൊടുത്തതിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കുറച്ച് ഷെയർസിൻ്റെ പേര് കോമ ഇട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ടാറ്റ സ്റ്റീൽ,
UPL, Wipro, SBIN. ഷെയർ നെയിം സ്ട്രിംഗ് ആയതുകൊണ്ട് സിംഗിൾ കോട്ടിനുള്ളിലോ ഡബിൾ കോട്ടിനുള്ളിലോ കൊടുക്കണം. അതിനുശേഷം റൺ ചെയ്യുന്നു. ഒരു ലിസ്റ്റിലെ എല്ലാ ഐറ്റത്തിനും ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ആദ്യ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് 0യും രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് 1ഉം ഈ ഒരു ഓർഡറിൽ പോകും. അടുത്തതായി നോക്കാനുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അതിനായി a = 10 എന്നും b = 4 എന്നും കൊടുക്കുന്നു. അതിനുശേഷം c = a + b എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് റൺ ചെയ്യുമ്പോൾ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും ആഡ് ആയതിനു ശേഷം സിയിലേക്ക് അസൈൻ ആവും. പിന്നെ പ്രിന്റ് സി എന്ന് കൊടുക്കുന്നു. ഇനി ഈ ലൈനുകൾ സെലക്ട് ചെയ്തു റൺ ചെയ്യുന്നു. കൺസോളിൽ നോക്കിയാൽ സിയുടെ വാല്യൂ 14 എന്ന് പ്രിന്റ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം d = a - b എന്നും e = a * b എന്നും കൊടുക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഓപ്പറേറ്ററാണ് സ്റ്റാർ എന്നത്. താഴെ f = a/b എന്ന് കൊടുക്കുന്നു. ഇനി ഈ ലൈനുകൾ സെലക്ട് ചെയ്തതിനു ശേഷം റൺ ചെയ്യുന്നു. വേരിയബിൾ എക്സ്പ്ലോററിൽ നോക്കിയാൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കാനുള്ളത് കമൻസ് ആണ്. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അതിലെ കോഡ് പിന്നീട് നമ്മൾക്കോ വേറെ ആർക്കെങ്കിലുമോ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് കമൻസ്. ഒരു ലൈനിൽ ഹാഷ് ടൈപ്പ് ചെയ്തു കൊടുത്താൽ ഹാഷിൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം കമൻസ് ആകും. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കമൻസ് എക്സിക്യൂട്ട് ആകില്ല. 3 ഡബിൾ കോട്ട്സിനുള്ളിലും കമൻസ് കൊടുക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത 3 ഡബിൾ കോട്ട്സ് ക്ലോസും ചെയ്തിരിക്കണം. നമ്മൾക്ക് ഒരു കോഡിനുള്ളിൽ ഒന്നോ അതിലധികമോ ലൈനുകൾ റൺ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ആ ലൈനുകൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അൽഗോരിതമിക് ട്രേഡിങ്ങിന് വേണ്ടി പൈത്തൺ പ്രോഗ്രാം പഠിക്കാനാണ് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.